ലോജിക്കില്ലാത്തൊരു പടമായിട്ട് മാത്രം ഇതിനെ കാണുക, വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യാൻ പോവുക. അത് മാത്രമേ നമ്മൾ തിയേറ്ററിൽ ഇത് കാണാം. ഒരു ഓളം ഉണ്ടാക്കാനുള്ളൊരു പടമാണ്. നമ്മളൊരു തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പടം നമുക്ക് ഇവിടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു ഫ്ലേവറിൽ തന്നെ പിടിച്ചൊരു പടമാണ്. കണ്ടു നോക്ക് എന്താ പറയാം, വിജയ് പടങ്ങളായാലും അതൊക്കെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ നമുക്കിവിടെ ചെയ്യണമെന്ന് തോന്നി. അതിവിടുത്തെ ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളത് ഈ സിനിമയുടെ റെസ്പോൺസ് എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, വേറെ ഒന്നും ഇതിനകത്തുനിന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള സിനിമ നമുക്ക് ഭാഗ്യം തരാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനൊരു സിനിമ ആയിക്കോട്ടെ ഇത് വെച്ചിട്ടാണ്. സിനിമ നല്ല സിനിമയാണ്. നമ്മൾ ലാൽ സാറിൻ്റെയും ദിലീപ് ഏട്ടൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ട് കോംബോ ഒന്നായിട്ട് വന്നിരിക്കണം പപ്പ പപ്പ എന്നുള്ള സിനിമയിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേർ അവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് 2 ടിക്കറ്റ് എടുക്കുന്നതിന് പകരം 1 ടിക്കറ്റ് എടുത്തിട്ട് ഈ സിനിമ എൻജോയ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്. എല്ലാം നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ പാർട്ടി ഇത് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഇപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ഒരു ഫെസ്റ്റിവൽ ടൈമല്ലേ വരുന്നത്. അപ്പോൾ അത് ഫെസ്റ്റിവലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. നല്ല ഫൈറ്റുകളുണ്ട്, നല്ല പാട്ടുകളുണ്ട്. ആ ഒരു ഫാമിലി പ്രേക്ഷകർക്ക് ആസ്വദിക്കുക, കൈയടിച്ചിട്ട് പടം കണ്ടിട്ട് പോവുക. അല്ലാതെ വേറെ ഇതിൽ ഇരുന്നിങ്ങനെ ചിന്തിപ്പിക്കുക അങ്ങനത്തെ ഭയങ്കര സംഭവങ്ങൾ, കഥ അങ്ങനൊന്നുമല്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. തിയേറ്റർ ഇളകി മറിയുവാണ്. നമ്മളൊരു വിജയ് സിനിമ അല്ലെങ്കിൽ ലാലേട്ട സിനിമ കാണുന്ന ലെവലിൽ വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഗൂസ് ബംസ്, നമുക്ക് കൈയടിക്കാം, ഡാൻസ് കളിക്കാം. ദിലീപിൻ്റെ പാട്ടൊക്കെ സിനിമയിൽ പാട്ട് ഇറങ്ങിയായിരുന്നു. പക്ഷേ പാട്ട് എനിക്ക് ഇതിനു മുമ്പ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തിയേറ്ററിൻ്റെ അകത്ത് മോഹൻലാൽ ദിലീപ് കോംബോ ഡാൻസൊക്കെ വരുമ്പോൾ എനിറ്റിന്ന് ഞാൻ ഡാൻസ് കളിച്ചു. ആ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്യുവർ മാഡ്നസ്. ലോജിക്ക് നോക്കാണ്ട് നമ്മുടെ മാർക്ക് ആൻ്റണി, ഗുഡ് ബാഡ് അഗളി ലെവലിൽ നിങ്ങൾ സിനിമ കാണാൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തോ വർത്താണ്. 110% ഷുവർ ആയിരുന്നു. പടം വേറെ ലെവൽ. ക്രിസ്മസ് വേറെ ലെവലിൽ തൂക്കിയിരിക്കുന്നു. ആ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മേലൊന്നും ചെയ്യാനില്ല, കാരണം ഇത് അൾട്ടിമേറ്റ് ആണ്, പീക്കാണ്. മാർക്ക് ആൻ്റണി ലെവലിൽ മലയാളത്തിൽ ട്രൈ ചെയ്ത പടമാണ് ഇത്. 110% പടം ലെവൽ വേറെയാണ്. നിങ്ങൾ ടിക്കറ്റ് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പടം പൊട്ടുന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന ആളാണ്. ബട്ട് ഇവൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ 10 ഇരട്ടി. സിനിമ എനിക്ക് തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് എങ്ങനെ എടുത്തു എനിക്കറിയാൻ പാടില്ല, എങ്ങനെ സ്റ്റോറി ഉണ്ടാക്കിയത് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഇറ്റ്സ് ഓസം മാൻ, ടോട്ടലി ഓസം. ടിക്കറ്റ് ബുക്ക് ചെയ്തോ കണ്ടോ, ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ദിലീപേട്ടൻ പണ്ടും കത്തിയിട്ടുണ്ട്, ഇന്നും കത്തുന്നുണ്ട്, എന്നും കത്തും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഥകൾ നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യണം, ജനങ്ങളിലേക്ക് അത് ആഴത്തിൽ പതിക്കണം. അങ്ങനെ വരുന്ന സിനിമകൾ എന്തായാലും കാണും. വിവാദങ്ങളൊന്നും സിനിമയില്ല. ധൈര്യമായിട്ട് ബബ്ബ എന്ന് പറയുന്ന ഭയം ഭക്തി ബഹുമാന സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് നല്ല ക്രിസ്മസ് ആയിട്ട് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഒരു വിവാദങ്ങളും ഈ സിനിമയായിട്ട് പെടുത്താതിരിക്കുക. ദയവ് ചെയ്ത് സിനിമ നല്ല സിനിമയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിനെക്കാട്ടി സപ്പോർട്ട് ചെയ്ത് ചെറുപ്പക്കാരിലേക്കായിരിക്കും സിനിമ. കാരണം ഇത് ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫ് വരെയും ഡാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും കൊണ്ടുപോയി സിനിമ. ഇത് ദിലീപ് സിനിമ അല്ല. ഇത് ശരിക്കും ദിലീപ് സിനിമ അല്ല. ഇത് ഫുള്ള് അഭിനയിച്ചവർക്കെല്ലാം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. ആ ഡയറക്ടറെ കഴിവതാണ്. പിന്നെ ഇതിൻ്റെ റൈറ്ററിന് ശരിക്കും പറഞ്ഞാൽ ഭ്രാന്താണ്. 100% ഭ്രാന്താണെന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന സിനിമയാണ് ഇത്. എഴുതി വെച്ചിട്ടുണ്ട് നോ ലോജിക്കുന്നു. ഒരു ലോജിക്കില്ല. അങ്ങനെ കണ്ടെങ്കിരുന്നാൽ മതി, അപ്പട്ടം വരാം. ഫുള്ള് ഓൺ പടം. നമ്മൾ നല്ല കിക്ക് അടിച്ചിട്ട് വന്നിരുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും എൻജോയ് ചെയ്യുന്നത്. ആ ഒരു ഫീലാണ് എനിക്കൊന്ന് നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്നൊന്നും പാപ്പാനിയൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആ ഒരു മൂഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പൊളിക്കാണ്. ഒരു സീനിൽ ചെയ്യാൻ പറ്റിയ അത് അടിപൊളി സാധനമാണ്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത്രയും വലിയ ക്രൂവിൽ, ഇത്രയും വലിയൊരു ബാനറിൽ ഞാനൊരു ഭാഗമാകാൻ പറ്റി. ഞാനിന്ന് ഒരുപാട് ഹാപ്പി. എൻ്റെ തൊഴിലിൽ ഇളയ തലവതി വിജയണ്ണൻ തൊഴിലിൽ കൈയിട്ടപ്പോൾ 3-ാമത്തെ ദിവസം ജനപ്രിയ നായകൻ എൻ്റെ തൊഴിലിൽ കൈയിട്ടു. എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി. ഒരുപാട് ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലൈമാക്സ് ശരിക്കും മോഹൻലാൽ പടം കൊണ്ടുപോയെന്ന് വരെ വിചാരിച്ചു. കാരണം അത്രയും മോഹൻലാലിന് ഫാൻസിനെ തൃപ്തിപ്പെടുത്തി മാക്സിമം നല്ല അടിപൊളി പെർഫോമൻസാണ് മോഹൻലാലിന് കിട്ടിയത്. മോഹൻലാൽ ഫാൻസ് എനിക്ക് തോന്നുന്നു ഒരു 3 തവണയെങ്കിലും മിനിമം ഈ പടം കാണും. പിന്നെ സിനിമ ബഹിഷ്കരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്ന് ബഹിഷ്കരിക്കലാണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പടം നല്ലതാണെങ്കിൽ ആരും കാണും. അത്രയും നല്ല കിട്ടുന്ന മൂവിയാണ് പടം. നോ ലോജിക്. ആ ലെവലിൽ കാണുന്നവർ മാത്രം കണ്ട അടിപൊളി പടമാണ്. ടോട്ടലി എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഇതിൽ കരയാനും പിടിക്കാനൊന്നുമില്ല. എൻ്റർടൈൻമെൻ്റ് ആയിരുന്നുള്ളൂ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. അതാണ് പടം. ലാലേട്ടൻ്റെ എല്ലാം ഉണ്ട്. മുണ്ട് പറിച്ചടി, മീശ വിരി, മുണ്ട് മടക്കി കുത്തൽ. ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഈ പടം. കാരണം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താതെ പറ്റില്ല. കാരണം മോഹൻലാൽ ഒരു ക്യാമിയോ റോളായിട്ട് വന്നതാണ്. അപ്പോൾ ആ റോള് അതിനനുസരിച്ച് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിന് മുകളിൽ ആ ഫാൻസ് വിചാരിക്കുന്നതിന് മുകളിലാണ് ഈ പടത്തിൽ മോഹൻലാലിനെ വെച്ചിട്ടുള്ളത്.